ജസ്റ്റിസ് കെ.ടി. തോമസ് സാർ, പ്രസിദ്ധ ശില്പിയായ ശ്രീ കാനായി കുഞ്ഞിരാമൻ, ശ്രീ പോൾ മണലിൽ, പ്രൊഫസർ തോമസ് കുരുവിള, മാന്യ സുഹൃത്തുക്കളെ, ഈ പ്രസംഗ പരമ്പരയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും എല്ലാ വർഷവും വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന സുകുമാർ അഴീക്കോടിന്റെ പ്രകാശപൂർണമായ സാന്നിധ്യം ഇവിടെ ഇല്ല എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നാണ് എന്റെ ബലമായ വിശ്വാസം. അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കെ.ടി. തോമസ് സാറ് എന്തെല്ലാം പരിപാടികളുണ്ടെങ്കിലും അദ്ദേഹം ഇതൊരിക്കലും വിട്ടുകളയുകയില്ല. നമുക്കറിയാം, പത്രം നോക്കിയാൽ ദിവസവും എത്രയെത്ര പരിപാടികളിലാണ് അദ്ദേഹം സംബന്ധിക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം നിത്യമായി ഈ സാന്നിധ്യം ഇവിടെ അലങ്കരിക്കുന്നു. നമുക്കത് വലിയ ആദരവും ബഹുമാനവുമാണ്. അദ്ദേഹത്തെ ഞാൻ വളരെ നന്ദിയോടുകൂടി ഇതിന്റെ സാന്നിധ്യത്തെ ഓർക്കുന്നു. ശ്രീ കാനായി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യേണ്ടത് ഇതിന്റെ അവസാനമാണ്. ഈ സർവീലസിനെ കുറിച്ചുള്ള ചില ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കത് വളരെ വ്യക്തമാകും. ഈ തുടക്കം ഒടുക്കമാകുന്നത് എങ്ങനെയാണ്, പുറത്തു വരുന്നത് എങ്ങനെയാണ്, ഉള്ളിലാകുന്നത് എങ്ങനെയാണ്, ഇതാണ് വാസ്തവത്തിൽ ഇവിടെ യാദൃശ്ചികമായിട്ടാണെങ്കിലും സംഭവിക്കുന്നത്. ഉദ്ഘാടനം മീറ്റിംഗിന്റെ അവസാനമായിരിക്കും. ഞാൻ നേരത്തെ ചിലപ്പോഴൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ മനസ്സില്ലാ മനസ്സോടെയാണ് ഈ ഒരു യജ്ഞത്തിന് തയ്യാറാകുന്നത്. എങ്കിലും കോൾമണലിൽ നിർബന്ധമായിട്ട് ഇവിടെ വന്ന് കോൾ ബുക്ക് ചെയ്യുകയും ഡേറ്റ് തന്നെ അറിയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അപ്പോൾ ഞാൻ നിർബന്ധിതനാകുന്നു എന്നുള്ളത് ഒരു വിധത്തിൽ അനുഗ്രഹമാണ്. പക്ഷെ അത് അതിന്റെ പ്രാരാബ്ധങ്ങൾ എല്ലാവർക്കും വ്യക്തമാണ്. എങ്കിലും ഒരിക്കൽ കൂടി എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ നൽകുന്ന പ്രചോദനമാണ് വാസ്തവത്തിൽ ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് റേനെ മാഗ്രിറ്റ് സർവീലസത്തിന്റെ സർഗ സമസ്യകളെന്നാണ് നമ്മൾ ഈ പ്രഭാഷണത്തിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. 1970കളുടെ ആദ്യമാണ് ഞാൻ റേനെ മാഗ്രിറ്റ് എന്ന ബെൽജിയംകാരനായ കലാകാരന്റെ ചിത്രങ്ങൾ കാണുന്നത്. ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം ആരാണെന്നോ അദ്ദേഹത്തിന്റെ മഹത്വം എന്താണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പാരീസിലെ ചില മ്യൂസിയങ്ങളിൽ അദ്ദേഹത്തിന്റെ ചിത്രം കണ്ടപ്പോൾ വാസ്തവത്തിൽ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ആധ്യാത്മികമായ ആഭിമുഖ്യം ആ ചിത്രങ്ങളോട് ഉണ്ടായി. അതെങ്ങനെയാണെന്ന് എനിക്ക് നിർവചിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ പിന്നീടാണ് അന്വേഷിക്കുന്നത് ആരാണ് ഈ ചിത്രങ്ങളുടെ രചയിതാവ് ആരാണ്. അങ്ങനെയാണ് ക്രമേണ മാഗ്രിറ്റ് എന്നയാളിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ പ്രഭാഷണ പരമ്പരയിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തി അദ്ദേഹത്തിന്റെ കലാദർശനത്തെ കുറിച്ചും ചിത്രരചനയെക്കുറിച്ചും അതുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത ഞാൻ സംസാരിക്കണമെന്ന് തീരുമാനിച്ചത് ഈ ഒരു ആധ്യാത്മികമായ ആഭിമുഖ്യം കൊണ്ടാണ്. അതിനിടയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട കാനായി സാറിനെ കോട്ടയത്ത് കാണാനിടയാകുന്നത്. അദ്ദേഹം കോട്ടയത്ത് വന്നത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇന്നലെയും ഞാൻ അവിടെ പോയി അദ്ദേഹത്തിന്റെ മഹത്തായ ശില്പത്തിന്റെ ജോലി കാണാനായിട്ട്. അപ്പോൾ ഈ പകല് മുഴുവൻ, അപ്പൊ ചില സ്നേഹിതർ അദ്ദേഹത്തെ കാണാൻ അവിടെ വന്നിരുന്നു. ഞാൻ പറഞ്ഞു, ഈ പകല് മുഴുവൻ ഈ കടുത്ത വേനൽ പ്രചണ്ഡ സൂര്യന്റെ കിരണങ്ങളേറ്റ് അദ്ദേഹം ഇങ്ങനെ ഉയർത്തൊലിച്ച് ജോലിക്കാരോടൊപ്പം അവിടെ ഉണ്ട്. അത് കമ്പി വിളയ്ക്കാനും കോൺക്രീറ്റ് കൂട്ടാനും ഇതിന്റെ ആകപ്പാടെയുള്ള ചിത്രം സങ്കല്പിച്ചു കൊടുക്കാനും എല്ലാം അദ്ദേഹമുണ്ട്. അപ്പൊ ഈ സൂര്യന്റെ ചൂടെല്ലാം അദ്ദേഹം ഏൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് സൂര്യൻ എന്റെ അച്ഛനാണ്. അപ്പൊ അച്ഛന്റെ തണലിലാണ് ഞാൻ പകൽ മുഴുവൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ഇതാണ് സർവീലിസം. നമ്മള് കടുത്ത ചൂടെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന സൂര്യന്റെ ചൂടിനെ സൂര്യന്റെ അച്ഛനാക്കുകയും അത് തണലാണ് എന്ന് സങ്കല്പിക്കുകയും ചെയ്യുമ്പോൾ സർവീലിസമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാഗ്രിറ്റിന്റെ ഈ ചിത്രങ്ങളെല്ലാം തന്നെ പ്രഹേളിക രൂപത്തിലാണ്. അത് പിന്നീട് ഞാൻ ചില ചിത്രങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. എനിഗ്മയാണ്, പസിൽസ് ആണ്. നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുകയില്ല. എന്നാൽ മറുവശത്ത് അദ്ദേഹത്തിന്റെ ഈ ചിത്രരൂപങ്ങൾ, ഫിഗേഴ്സ് എല്ലാം തന്നെ
യഥാർത്ഥ രൂപങ്ങളാണ്. എന്ന് വെച്ചാൽ വളരെ ഈ ഫോട്ടോ റിയലിസം പോലെ വളരെ ഭംഗിയായിട്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് വരയ്ക്കുന്ന ചിത്രങ്ങളാണ്. നമ്മൾ സാധാരണക്കാരൻ നോക്കുമ്പോൾ അതിമനോഹരമായ ചിത്രങ്ങളാണ്. പക്ഷേ അത് നൽകുന്ന പ്രഹേളി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുമില്ല. ചിലരുടെ കണക്കൂട്ടലനുസരിച്ച് ഈ 20-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും യൂറോപ്പിലും അമേരിക്കയിലും ഉണ്ടായ പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ കവർ ഡിസൈന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടത് മാഗ്രിറ്റിന്റെ ചിത്രങ്ങളാണ്. നിങ്ങൾ ഇനി ഒരു ബുക്ക് ഷോപ്പിൽ പോകുമ്പോൾ നോക്കിയാൽ മതി. നിങ്ങളെ ആകർഷിക്കുന്ന പല ചിത്രങ്ങളും വാസ്തവത്തിൽ റെനെ മാഗ്രിറ്റിന്റെയാണ്. 1970-കളുടെ ആദ്യം ആണ് ഞാൻ ഇത് പരിചയപ്പെട്ടതെന്ന് സൂചിപ്പിച്ചല്ലോ. അതിനുശേഷം സ്വാഭാവികമായും കാണുന്ന പല പുസ്തകങ്ങളുടെയും പുറത്ത്, പ്രത്യേകിച്ചും അത് ഏത് വിഷയമെന്നില്ല, എല്ലാ മേഖലകളിലും പലരും മാഗ്രിറ്റിന്റെ ചിത്രങ്ങൾ കവർ ഡിസൈനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ സർ റിയലിസം എന്താണെന്നുള്ളത് തീർച്ചയായും കനായി സാർ അതിനെ കുറിച്ച് വളരെ നല്ല ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകും. എങ്കിലും എന്റെ എളിയ അറിവിൽ ചില സൂചനകളൊന്നും നൽകിയതിൽ മാത്രമേ മാഗ്രിറ്റിന്റെ ചിത്രകലയെ കുറിച്ച് നമുക്ക് വ്യക്തമാകൂ. സർ റിയലിസം എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് പദമാണ്. സ്യൂർ റിയലിസ്മ എന്ന് ഫ്രഞ്ചിൽ പറഞ്ഞാൽ, സ്യൂർ എന്ന് പറഞ്ഞാൽ ഉപസർഗമാണ്. അതീതമായിട്ടുള്ളത്, ഉപരിയായിട്ടുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം സ്യൂർ റിയലിസം, സർ റിയലിസം എന്ന് പറഞ്ഞാൽ റിയലിസത്തിന് അതീതമായിട്ടുള്ള, റിയലിസത്തിന് അപ്പുറത്തുള്ളത് ബിയോണ്ട് റിയലിസം എന്നാണ് വാക്കിന്റെ ആക്ഷരികമായ അർത്ഥം. 1920-കളിൽ ആരംഭിച്ച് ഏതാണ്ട് 1960-കൾ വരെയും പാശ്ചാത്യ കലാലോകത്ത് നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു പ്രസ്ഥാനമായിരുന്നു സർ റിയലിസ്റ്റ് മൂവ്മെന്റ്. ഇതിന്റെ സ്ഥാപകനും ഇതിന്റെ പ്രധാനപ്പെട്ട വക്താവുമായി പ്രവർത്തിച്ചത് ആന്ദ്രേ ബ്രത്നോ എന്ന് പറയുന്ന ഫ്രഞ്ചുകാരനാണ്. ബ്രത്നോ ഞാൻ ഫ്രഞ്ച് ഉച്ചാരണം പറഞ്ഞെങ്കിലും എഴുതുന്ന BRETON എന്നാണ്. ആന്ദ്രേ ബ്രത്നോ. ആന്ദ്രേ ബ്രത്നോ ഒരു ചിത്രകാരനായിരുന്നില്ല. അദ്ദേഹം കലാനിരൂപകനായിരുന്നു, അദ്ദേഹം ചിന്തകനായിരുന്നു, അദ്ദേഹം ഡോക്ടറായിരുന്നു, മെഡിക്കൽ ഡോക്ടറായിരുന്നു, സൈക്യാട്രിസ്റ്റുമായിരുന്നു. പക്ഷേ അദ്ദേഹം തയ്യാറാക്കിയ ഒരു ചെറിയ പ്രബന്ധമുണ്ട്, ദി സർ റിയലിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഈ ഒരു പ്രബന്ധമാണ് യഥാർത്ഥത്തിൽ സർ റിയലിസ്റ്റ് പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത്. അദ്ദേഹത്തോടൊപ്പം പ്രധാനപ്പെട്ട ചില സാൽവദോർ ദാലി, മാർക്സ് ഏണസ്റ്റ് തുടങ്ങിയ വളരെ പ്രസിദ്ധരായ ചില കലാകാരന്മാർ ഉണ്ടായിരുന്നു. ഈ ആധുനികം അല്ലെങ്കിൽ മോഡേൺ എന്ന് നമ്മളെല്ലാവരും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ കലയുടെ ലോകത്തിൽ പ്രത്യേകമായ അർത്ഥം അതിനുണ്ട്. ആധുനികം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ചിന്താതരംഗം ഏതാണ്ട് 150 വർഷങ്ങളായിട്ട് യൂറോപ്പിൽ നിലവിലുണ്ട്. അപ്പോ ഈ പുതിയ കലാസമ്പ്രദായം, മോഡേൺ ആർട്ട് എന്ന് പറയുന്ന സംഗതികൾ ആരംഭിക്കുന്നത് അതുവരെ യൂറോപ്പിൽ നിലനിന്നിരുന്ന കലാ സമ്പ്രദായങ്ങളോടും കലയിലുള്ള ജന്മിത്വ അവകാശങ്ങളോടും അതിന്റെ യുക്തിയോടും കലഹിച്ചുകൊണ്ടാണ്. ഞാനിവിടെ ജന്മിത്വ അവകാശം എന്ന് പറയുന്നത് ആക്ഷരികമായിട്ട് തന്നെയാണ്. ചില വലിയ ആളുകൾ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനാണെന്ന് പറഞ്ഞ് അവരെ പാട്രണൈസ് ചെയ്യും. അത് മതാധ്യക്ഷന്മാരാകാം, അത് ഇടപ്രഭുക്കന്മാരാകാം, അത് വലിയ പുതുതായിട്ട് പണമുണ്ടാക്കിയ വർത്തക പ്രമാണിമാരാകാം. ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബൂർഷ്വ എന്ന് പറയുന്ന പട്ടണങ്ങളിൽ താമസിക്കുന്ന ഇങ്ങനെയുള്ള ഒരു വർഗമാണ് ഈ കലയുടെ പ്രയോജകരായിട്ട്, സ്പോൺസേഴ്സ് ആയിട്ട് അന്ന് കണ്ടുകൊണ്ടിരുന്നത്. ആ കലാസമ്പ്രദായത്തെ പൂർണ്ണമായിട്ടും എതിർക്കുന്ന ഒരു രീതിയാണ് ആധുനിക കലയിൽ നമ്മൾ കാണുന്നത്. അതിന്റെ കാരണം ആ കലാശൈലിയും അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കലാരൂപങ്ങളുമൊക്കെ വാസ്തവത്തിൽ ഈ ജന്മിത്വത്തിന്റെ, ഈ ബൂർഷ്വ ഐഡിയോളജിയുടെ ദാസ്യവൃത്തി ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോ അത് നമുക്ക് വളരെ വ്യക്തമാണ്. മോഡേൺ ആർട്ട് വന്നതിന് ശേഷം ഈ പഴയ ശൈലിയും ഇതും തമ്മിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാം. എന്നാൽ 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി ഇങ്ങനെയുള്ള ഈ പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് ഉണ്ടായെങ്കിലും 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് അതിനൊരു വ്യക്തമായ രൂപവും ഭാവവും ഉണ്ടാകുന്നത്. ഒരു പുതിയ സാമൂഹ്യ ദർശനം നൽകാനായിട്ട് മോഡേൺ ആർട്ടിന് കഴിയുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ കലയിലെ കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക മേഖലയിലും സാമൂഹ്യ മേഖലയിലും ഒക്കെ വേറെ ചില പ്രസ്ഥാനങ്ങളുണ്ട്. കലയിലാണ് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങൾ ബൂർഷ്വ വ്യവസ്ഥിതിക്ക് ഉണ്ടായിരുന്നതിനെ തകിടം മറിക്കാൻ ആധുനിക കലാകാരന്മാർ ശ്രമിച്ചു.
ഒന്നാമത്തേത് അതിന്റെ യുക്തിബോധം. ഒരു റാഷണാലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിന്റെ യുക്തി, ആ യുക്തിയെ ആധുനിക കല സ്വീകരിക്കുന്നില്ല. രണ്ടാമത് അതിന്റെ സൗന്ദര്യബോധം. അതിന്റെ സൗന്ദര്യബോധം എന്താ പറയുക, ജന്മിത്വത്തിന്റെ സൗന്ദര്യബോധമാണ്. അത് ആ പടങ്ങളിലെല്ലാം വളരെ വ്യക്തമാണ്. അത് മാർപ്പാപ്പ വരപ്പിക്കുന്ന പടങ്ങളാണെങ്കിലും ഒരു പ്രഭുവോ അല്ലെങ്കിൽ ഒരു വലിയ കച്ചവടക്കാരനോ ബിസിനസ്സുകാരനോ വരപ്പിക്കുന്ന പടമാണെങ്കിലും ഒരു പ്രത്യേക സൗന്ദര്യബോധമാണ്. ആ സൗന്ദര്യബോധത്തെയും ആധുനിക കല നിരാകരിച്ചു. മൂന്നാമത് അതിന്റെ സദാചാര വ്യവസ്ഥയാണ്. ഇതിന്റെ എല്ലാം പുറകിൽ ഒരു പ്രത്യേക ഒരു മോറൽ കോഡ് ഉണ്ടായിരുന്നു. ആ മോറൽ കോഡ് എന്ന് പറയുന്നത് ഈ നിലവിലുള്ള സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള രീതികളാണ്. അപ്പൊ അതിനെ കൂടെ തകിടം മറിക്കുക. അപ്പൊ 3 തരത്തിൽ അതിന്റെ സൗന്ദര്യ സങ്കല്പത്തെയും അതിന്റെ സദാചാര വ്യവസ്ഥയെയും യുക്തി സങ്കല്പത്തെയും ആധുനിക കല തകിടം മറിക്കുകയാണ്. ഇത് നമ്മൾ ഓർത്തിരിക്കാമെങ്കിൽ അത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പുതിയ കലയെ വിലയിരുത്താനായിട്ട്. അപ്പോ ഈ മാനിഫെസ്റ്റോയിൽ ആന്ദ്രേ ബ്രത്തോം പറയുന്നതിന്റെ ചുരുക്കം ഇതാണ്: ഈ ബൂർഷ്വാ വ്യവസ്ഥയുടെ യുക്തിക്കോ സൗന്ദര്യ സങ്കല്പത്തിനോ സദാചാര സംഹിതയ്ക്കോ വിധേയമാകാത്ത സ്വതന്ത്രവും നിസർഗവുമായ ഒരു ആവിഷ്കാരമാണ് സറിയലിൽ നടക്കുന്നത്. അപ്പൊ ഇതിന് സൈക്കിക് ഓട്ടോമേഷൻ എന്നാണ് പറയുന്നത്. സൈക്കിക് ഓട്ടോമേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ സൈക്കിക് ഓട്ടോമേഷൻ എന്ന് പറയാൻ കാരണം ഇതിന് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസുമായിട്ട് ആഴമായ ബന്ധമുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ ആന്ദ്രേ ബ്രത്തോം തന്നെ ഒരു മെഡിക്കൽ ഡോക്ടറും സൈക്യാട്രിസ്റ്റുമായിരുന്നു. അദ്ദേഹം 1-ാം ലോകമഹായുദ്ധത്തിൽ മുറിവേറ്റ പടയാളികളെ ചികിത്സിച്ചിട്ടുണ്ട്, മാനസികമായിട്ട് ചികിത്സിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം ഉപയോഗിച്ചത് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് ആണ്. അപ്പോ ആ സൈക്കോ അനാലിസിസിൽ നിന്നാണ് സറിയലിസ്റ്റ് സങ്കല്പം ഉണ്ടാകുന്നത്. അപ്പോ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസിനെ കുറിച്ച് നമ്മൾ നേരത്തെ 2-3 സന്ദർഭങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൂടെ ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. ഈ മനുഷ്യ മനസ്സിന്റെ ബോധമണ്ഡലത്തിനടിയിൽ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്, അതിനും അടിയിൽ അബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് ഫ്രോയിഡിന്റെ പ്രത്യേകമായ ഒരു ക്ലാസിഫിക്കേഷനാണ്. ഈ ഫ്രോയിഡിയൻ സിദ്ധാന്തത്തിന്റെ ആണിക്കല്ലായിരുന്നു ഈ സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെയാണ് സൈക്കോ അനാലിസിസ് ഇത്രയും പ്രശസ്തമായി തീർന്നത്. അദ്ദേഹത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ദി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് ഈ ആന്ദ്രേ ബ്രത്തോങ്ങിനെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും സ്വാധീനിച്ചു. ഈ മനസ്സിന്റെ ആഴങ്ങളിൽ അടിച്ചമർത്തപ്പെടുന്ന വിവിധ രൂപങ്ങളിൽ, പിന്നീട് സ്വപ്നങ്ങളിലും മനുഷ്യബോധത്തിലും പ്രകടമാകുന്ന പല കാമനകളും ലൈംഗികതയും സങ്കല്പങ്ങളും എല്ലാം മനോരോഗ ലക്ഷണമായി പ്രത്യക്ഷപ്പെടും എന്നാണ് ഫ്രോയിഡ് കണ്ടെത്തിയത്. അതുകൊണ്ട് ഈ മനോരോഗ ലക്ഷണങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ പുറകിലേക്ക് പോകണം. അബോധ മനസ്സിൽ എന്തെല്ലാമാണ് ഉള്ളത്, അവിടെ പരോക്ഷമായിട്ട് സ്വപ്നങ്ങളിൽ പ്രതിബിംബങ്ങൾ പ്രത്യക്ഷപ്പെടാം. അതുകൊണ്ട് ഈ ലക്ഷണങ്ങളെ വിശകലനം ചെയ്ത് മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പോകണം. ഈ അടിച്ചമർത്തപ്പെടുന്ന പലതിനെയും ഈ പുതിയ അനാലിസിസിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് രോഗിയെ സൗഖ്യമാക്കുന്നു എന്നുള്ളതാണ് സൈക്കോ അനാലിസിസിന്റെ തെറാപ്പി പാർട്ട്. അത് വാസ്തവത്തിൽ ചികിത്സയാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് അത് ഉദ്ദേശിച്ചത് രോഗികൾക്ക് ചികിത്സ നൽകാൻ വേണ്ടിയാണ്. പക്ഷേ ഈ മാർഗത്തിലൂടെ പിന്നെ ഹിപ്നോട്ടിസവും ഫ്രീ അസോസിയേഷനും ഒക്കെ ഒത്തിരി സങ്കേതങ്ങളുണ്ട്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോ ഈ കലാകാരന്മാരെ സ്വാധീനിച്ച ചിന്ത ഇതാണ്: നമ്മുടെ ബോധപൂർവമായ പ്രവർത്തനങ്ങളെ, മനോഭാവത്തെ, ചിന്തയെ നാം അറിയാത്ത വിധത്തിൽ സ്വാധീനിക്കുന്ന ഒരു വലിയ പ്രപഞ്ചമുണ്ട്. അതാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ്. അപ്പം സറിയലിസത്തിന്റെ സ്ഥാപകനായ ആന്ദ്രേ ബ്രത്തോം മനോരോഗ ചികിത്സകനായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം തുടങ്ങിയതുകൊണ്ട് അദ്ദേഹം തന്നെ ഈ ഫ്രോയിഡിനെ പോയി കാണുകയും ഈ പുതിയ ആശയങ്ങൾ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സറിയലിസ്റ്റ് പ്രസ്ഥാനത്തിൽ പക്ഷേ രോഗ ചികിത്സ എന്നുള്ള ഒരു ആശയം തന്നെയില്ല. അതൊരു തെറാപ്പിയല്ല. അത് പ്രത്യേകമായ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ അബോധ മനസ്സിന്റെ പല കാമനകളെയും നിരങ്കുശമായിട്ട്
യാതൊരു റെസ്ട്രെയിനും കൂടാതെ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ സർഗാത്മകതയും മനുഷ്യ മനസ്സിന്റെ അബോധ മണ്ഡലവും തമ്മിലുള്ള ബന്ധമാണ് കലാകാരന്മാരെ സ്വാധീനിച്ചത്. ക്രിയേറ്റിവിറ്റിയും ഹ്യൂമൻ അൺകോൺഷ്യസും അത് തമ്മിൽ വളരെ ആഴമായ ബന്ധമുണ്ടെന്നും അത് വളരെ വ്യക്തമാണ്. പക്ഷേ സർറിയലിസ്റ്റ് കലാകാരന്മാരെ അതിന് രൂപം കൊടുക്കാനാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചത്. അപ്പൊ അതിൽ ഫ്രീ അസോസിയേഷൻ എന്ന് പറയുന്ന മനഃശാസ്ത്ര സങ്കല്പം, സൈക്കോ അനലിറ്റിക് ടെക്നിക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ സൈക്കിക് ഓട്ടോമാറ്റിസം എന്ന് പറയുന്നത് സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ ഈ ബോധമണ്ഡലത്തിന്റെ യുക്തിയോ അല്ലെങ്കിൽ മേലാളവർഗത്തിന്റെ മാന്യതാ സങ്കല്പമോ സദാചാര വ്യവസ്ഥകളോ സൗന്ദര്യ സങ്കല്പമോ ഒന്നും ബാധിക്കാതെ സ്വതന്ത്രമായി സഹജമായി സർഗാവിഷ്കാരം നടത്തുന്നു. അതാണ് സൈക്കിക് ഓട്ടോമാറ്റിസം. സാഹിത്യത്തിൽ അതിനെ ബോധധാര സമ്പ്രദായം എന്ന് പറയുന്നത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്. ഇതിന്റെ ഒരു വേറൊരു ഭാഗമാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്. അതുപോലെ തന്നെ ഈ തമ്മിൽ ചേരാത്ത ബിംബങ്ങൾ, നമുക്കിപ്പോ ചേർച്ചയെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്, പ്രൊപ്പോർഷനെ കുറിച്ചും ഈ സംഗതികൾ തമ്മിൽ ചേർന്ന് പോകുന്നതിനെ നമുക്കൊരു ധാരണയുണ്ട്. ആ ധാരണയെ തകിടം മറിച്ചിട്ട് തമ്മിൽ ചേരാത്ത സംഗതികളെ ഒരുമിച്ച് നിർത്തുക. അപ്പൊ അതിൽ ഒരു ഹ്യൂമർ ഉണ്ട് അതിൻ്റെ അകത്ത്. അതേസമയം നമ്മുടെ ചിന്തയെ പ്രകോപിപ്പിക്കുന്ന ഒരു എലമെന്റും അതിൻ്റെ അകത്തുണ്ട്. അത് പടങ്ങൾ കാണുമ്പോൾ നമുക്കത് വ്യക്തമാകും. ഈ സൈക്കിക് ഓട്ടോമാറ്റിസത്തിന്റെ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു പേന എടുത്ത് കടലാസിൽ വെച്ച് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എഴുതുക, പിന്നെ എന്റെ ബോധമല്ല അവിടെ പ്രവർത്തിക്കും, പിന്നെ അത് എഴുതിക്കൊണ്ടേയിരിക്കും. ഒരു പെൻസിൽ എടുത്ത് ഞാൻ ബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കും. അത് സൈക്കിക് ഓട്ടോമാറ്റിസമാണ്. അല്ലെങ്കിൽ ഒരു ചായ മുക്കിയ ബ്രഷ് എടുത്ത് ക്യാൻവാസിൽ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ അതിങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. യാതൊരു സങ്കല്പവും മുൻകൂട്ടി കൊടുക്കുന്നില്ല കലാകാരൻ, അത് വരച്ചുകൊണ്ട് അതിന്റെ പിന്നെ വളരെ വികസിതമായ രൂപം പിന്നീട് ഉണ്ടാകുന്നുണ്ട്. അമേരിക്കയിലെ ജാക്സൺ പൊള്ളോക്കിന്റെ ഈ ചായം വാരി ക്യാൻവാസിൽ എറിഞ്ഞ് പടം ഉണ്ടാക്കുന്നതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് കാണാവുന്നതാണ്. അപ്പം വാസ്തവത്തിൽ ഇതൊരു അതിശയോക്തിയാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം സർറിയലിസത്തിൽ ഇടപെട്ട മിക്കവാറും എല്ലാ കലാകാരന്മാരും അതിവിദഗ്ധമായിട്ട് ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് യഥാർത്ഥ ശൈലി, റിയലിസ്റ്റിക് ആയിട്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിവുള്ള ആളുകളായിരുന്നു. അത് സാൽവദോർ ദാലി ആണെങ്കിലും റെനെ മാഗ്രിറ്റ് ആണെങ്കിലും മാർക്സ് ഏണസ്റ്റ് ആണെങ്കിലും അതിപ്രഗത്ഭമായിട്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിവുള്ളവരാണ്. പക്ഷെ അവരത് മാറ്റി വെച്ചിട്ടാണ് ഈ പുതിയ സംഗ്രഹത്തിലേക്ക് പോകുന്നത്. ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ, ആന്ത്രിയ ബ്രൊത്തോം വിയന്നയിൽ വെച്ച് ഫ്രോയിഡിനെ കാണുകയും ഇതിന്റെ ചർച്ചകൾ നടത്തുകയും ചെയ്തെങ്കിലും ഫ്രോയിഡ് ഒരു തണുപ്പൻ നയമാണ് ഇതിനോട് സ്വീകരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ അബോധ മനസ്സിന്റെ ആവിഷ്കാരമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അബോധമൊന്നുമല്ല, അത് നിങ്ങളുടെ ബോധ മനസ്സ് തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം വിമർശനമായിട്ട് പറഞ്ഞു. പക്ഷേ ലണ്ടനിൽ വെച്ച് സാൽവദോർ ദാലി എന്ന് പറയുന്ന വലിയ സർറിയലിസ്റ്റ് ചിത്രകാരന്റെ ചിത്രങ്ങൾ അദ്ദേഹം കാണുകയും ദാലിയുമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഫ്രോയിഡിന് കുറച്ച് മാറ്റം വന്നു. എങ്കിലും അത്ര പരസ്യമായിട്ടൊന്നും അദ്ദേഹം ഈ സർറിയലിസ്റ്റ് പ്രസ്ഥാനത്തെ സൈക്കോ അനാലിസിസുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് വലിയ പിന്തുണയൊന്നും കൊടുത്തില്ല. 1966 ഈ ആന്ത്രിയ ബ്രൊത്തോം മരിച്ചതോടുകൂടി സർറിയലിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അവസാനിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അനുരണനങ്ങൾ, അത് നൽകിയ പുതിയ ഉൾക്കാഴ്ചകളും പ്രൊവക്കേഷൻസും ഒക്കെ പിന്നീട് ഇപ്പോഴും ചിത്രങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതൊരു ചെറിയ വിവരണം ഞാൻ നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതോടുകൂടി ഈ ദാദായിസം എന്ന് പറയുന്ന ഒരു ചെറിയ പ്രസ്ഥാനം ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൂടി ഒരു 2-3 വാചകങ്ങൾ എന്ന് പറയുകയാണ്. ദാദായിസം എന്ന് പറഞ്ഞാല് അതിന് അർത്ഥമുള്ള വാക്കൊന്നുമല്ല. 1916 സ്വിറ്റ്സർലൻഡിലെ സൂറിക്കിൽ കുറച്ച് ചിത്രകാരന്മാരും സാഹിത്യകാരന്മാരും ചേർന്ന് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഈ ദാദായിസം. അവര് ഒരു പ്രത്യേക കാഴ്ചപ്പാടിൽ വന്നവരാണ്. 1ാം ലോകമഹായുദ്ധത്തിന്റെ മഹാദുരന്തങ്ങൾ അവർ കണ്ടു. എന്നിട്ട് അന്ന് യൂറോപ്പിൽ ഉയർന്നുകൊണ്ടിരുന്ന യാന്ത്രിക വ്യാവസായിക സംസ്കാരം, മെക്കാനിക്കൽ ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ, അതിനോട് അവർക്ക് വലിയ ശക്തിയായ എതിർപ്പുണ്ടായി. അവർ പറഞ്ഞു, എന്തുകൊണ്ടാണ് യുദ്ധം ഉണ്ടായത്? ഈ യാന്ത്രിക വൈദഗ്ധ്യം നമ്മൾ നേടി, അതുകൊണ്ടാണ് ഈ തോക്കുകൾ, യന്ത്രത്തോക്കുകളും ടാങ്കുകളും പിന്നീട് ബോംബുകളും ഒക്കെ ഉണ്ടാക്കിയത്.
നമ്മുടെ യാന്ത്രിക വ്യാവസായികമായിട്ടുള്ള വൈദഗ്ധ്യം നേടിയതുകൊണ്ട് അവരതിനെതിരാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു ഈ സംസ്കാരം യുദ്ധത്തിന്റെ സംസ്കാരമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ നിരാകരിക്കുന്നു, ഇതിന്റെ മൂല്യങ്ങളെ ഇതിന്റെ തത്വങ്ങളെ ഞങ്ങൾ നിരാകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ദാദായിസം ഉണ്ടാക്കിയത്. അപ്പം ഇതിനിടയ്ക്ക് ഞാനത് ബ്രേക്ക് ചെയ്യുന്നില്ല. ഈ മർസൽ ദുഷാം എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ സർറിയലിസ്റ്റ് ദാദായിസ്റ്റ് ചിത്രകാരനുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിനെ നിരാകരിക്കേണ്ടത്? അന്നത്തെ ഈ യുദ്ധവ്യവസ്ഥയെയും യാന്ത്രിക സംസ്കാരത്തെയും ഇതെല്ലാം മാർപ്പാപ്പ മുതൽ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയായിരുന്നു. അതിനെ പൂർണ്ണമായിട്ടും അതിനെ നിരാകരിക്കുകയും പുച്ഛിക്കുകയും ചെയ്തു. അതിനെ ഒരു നല്ല ഉദാഹരണം അദ്ദേഹം കാണിച്ച് ഈ മോണാലിസായെ അദ്ദേഹം എടുത്തിട്ട് മോണാലിസായുടെ ഒരു റീപ്രൊഡക്ഷൻ ഉണ്ടാക്കി. നിങ്ങൾക്കറിയാം, ദാവിഞ്ചിയുടെ പ്രസിദ്ധമായ പടമാണ് മോണാലിസ. അതിനെക്കുറിച്ച് പാശ്ചാത്യ ചരിത്രകാരന്മാരെല്ലാവരും ഒരു വലിയ അത്ഭുതം എന്നുള്ള മട്ടിലൊക്കെയാണ് വിവരിക്കുന്നത്. ചില അതിശയോക്തിയാണെങ്കിൽ പോലും അദ്ദേഹം ഈ ഒരു പടത്തിന്റെ ഉണ്ടാക്കിയിട്ട് ഈ മോണാലിസയ്ക്ക് ഒരു വലിയ കപ്പട മീശ വരച്ചു വെച്ചു. നമുക്ക് പടത്തിൽ കാണാതെ വരച്ചു വെച്ചപ്പോഴത്തേക്ക് അത് കാണുന്നവരെല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെയാണ് ഈ അന്ന് നിലനിന്നിരുന്ന ബൂർഷ്വാ വ്യവസ്ഥയോടെ, യുദ്ധ വ്യവസ്ഥയോടെ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇൻഡസ്ട്രിയൽ സിവിലൈസേഷനോട് അദ്ദേഹം പ്രതിഷേധം കാണിച്ചത്. ഈ ദാദായിസം പല സ്ഥലങ്ങളിലും അത് ഫ്രാൻസിലെ, ജർമ്മനിയിലെ, അമേരിക്കയിലെ, റുമേനിയയിലെ ഒക്കെ പ്രചരിച്ചെങ്കിലും അത് പെട്ടെന്ന് കെട്ടടങ്ങി. പക്ഷെ അതിൽ നിന്നാണ് സർറിയലിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകുന്നത്. സർറിയലിസ്റ്റ് പ്രസ്ഥാനം കുറെ നാളുകൾ നിൽക്കുകയും ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും അതിന്റെ അനുരണനങ്ങൾ കാണുകയും ചെയ്യാം. അപ്പൊ ഈ മാർഗ്രിറ്റും സർറിയലിസം തമ്മിലുള്ള ബന്ധം ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇതിന്റെ പശ്ചാത്തലം പറഞ്ഞത്. ഈ മാർഗ്രിറ്റ് ബെൽജിയംകാരനാണ്. അദ്ദേഹം ബെൽജിയത്തിൽ തന്നെയാണെന്ന് പറയാം. ഫ്രഞ്ച് സംസാരിക്കുന്നവരും ഫ്ലെമിഷ് സംസാരിക്കുന്നവരും രണ്ടു കൂട്ടരുണ്ട്. അദ്ദേഹം ഫ്രഞ്ച് സംസാരിക്കുന്നതാണ്, പക്ഷെ ഫ്രഞ്ചുകാരനല്ല. ഇദ്ദേഹം പാരീസിൽ ചെന്നപ്പോഴാണ് ഈ മാർഗ്രിറ്റ് ബ്രത്തോങ്ങിനെയും മറ്റാളുകളെയും ഒക്കെ കാണുന്നത്. അപ്പോൾ കുറച്ചു നാൾ അവിടെ താമസിച്ച് അവരുടെ കൂടെ അദ്ദേഹം കൂടിയെങ്കിലും അതിന്റെ നിർവചനങ്ങളിൽ പൂർണ്ണമായിട്ട് ഈ മാർഗ്രിറ്റ് ഒതുങ്ങി. ഒരു സ്വതന്ത്ര ചിന്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. മാത്രവുമല്ല, ഈ ഫ്രഞ്ചുകാർക്ക് അഹങ്കാരമുണ്ട്. ഫ്രഞ്ചുകാരായ പാരീസിലെ ചിത്രകാരന്മാർക്ക് അവരുടെയിലാണ് ഈ ചിത്രകലയുടെ അല്ലെങ്കിൽ കലയുടെ എല്ലാ രഹസ്യങ്ങളും എന്ന് ചിന്തിക്കുന്ന കൊണ്ട് അവർക്ക് ഇദ്ദേഹത്തെ ബെൽജിയംകാരനായ, ബെൽജിയം ഒരു കൊച്ചു രാജ്യമാണ്, ബെൽജിയംകാരനായ മാർഗ്രിറ്റിന് അല്പം പ്രയാസവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും അവരുമായിട്ട് കൂടിയിട്ടില്ല എങ്കിലും പല കാര്യങ്ങളിലും അവർ ഒരുമിച്ച് പോകുന്നുണ്ട്. ഇദ്ദേഹം ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിലെ ഫൈൻ ആർട്സ് സൊസൈറ്റിയിൽ 16 വയസ്സുള്ളപ്പോൾ ചേർന്നു. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരാളാണ് അതായത്. പക്ഷേ മാതാപിതാക്കള് അദ്ദേഹത്തെ അത്ര സമൂഹത്തോടെ അല്ല അനുവദിച്ചത് ഫൈൻ ആർട്സിൽ പോകാനായിട്ട്. അദ്ദേഹം അവിടെ പോയി അത് പഠിച്ചു. ഈ റിയലിസ്റ്റിക് ചിത്രകല, യഥാർത്ഥ ചിത്രകലയുടെ എല്ലാ സങ്കേതങ്ങളും ടെക്നിക്കുകളും അദ്ദേഹം നല്ലവണ്ണം വശമാക്കി. അതുകൊണ്ട് പിൽക്കാലത്ത് ഈ സർറിയലിസ്റ്റിക് ചിത്രങ്ങൾ വരച്ചപ്പോഴും ഇത് അദ്ദേഹം വിട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ ചിത്രങ്ങളെല്ലാം വളരെ ക്ലിയർ ആണ്, വളരെ എല്ലാ ഡീറ്റെയിൽസും നന്നായിട്ട് നമുക്ക് അത്ഭുതകരമായ രീതിയിൽ കാണുന്ന ഒന്നാണ്. ഈ മാർഗ്രിറ്റിന്റെ ചിത്രകലയെ നിർണായകമായി സ്വാധീനിച്ച ഒരു സംഭവം ബാല്യകാലത്തുണ്ടായി. അദ്ദേഹത്തിന്റെ അമ്മ റെജീന വിഷാദ രോഗമുള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പോ അന്നത്തെ കാലമാണ്. ഇവരെ ഇടയ്ക്ക് പുറത്തൊക്കെ ഇറങ്ങി പോകുന്നത് കൊണ്ട് അവരുടെ ഭർത്താവ് അവരെ മുറിയിൽ കൂട്ടിയിടുമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഒരു രാത്രിയിൽ ഇവര് മുറി എങ്ങനെയോ തുറന്ന് പുറത്തു ചാടിയിട്ട് അടുത്തുള്ള സാംബ്ര നദിയിൽ പോയി ചാടി മരിച്ചു. ഒരു ദിവസം കഴിഞ്ഞാണ് മൃതശരീരം കിട്ടുന്നത്. ആ മൃതശരീരം എടുത്തപ്പോഴേ അവർ ധരിച്ചിരുന്നതായ നൈറ്റ് ഗൗൺ, രാത്രിയിലാണ് പോയത്. നൈറ്റ് ഗൗൺ ഇങ്ങനെ ഈ വെള്ളത്തിൽ ചുരുണ്ടുകൂടി മുഖം പൂർണ്ണമായിട്ടും അങ്ങ് മറച്ചിരുന്നു. അപ്പൊ അന്ന് മാർഗ്രിറ്റിന് 13 വയസ്സേ ഉള്ളൂ. മുഖം മൂടിപ്പോയ അമ്മയുടെ നഗ്നമായ മൃതശരീരം കാണാനുള്ള ദുരന്തം അദ്ദേഹത്തിനുണ്ടായി. അത് 13 വയസ്സുകാരനായ ഈ കുട്ടിക്ക് വലിയ മാനസിക ക്ഷതം ഏൽപ്പിച്ചു. അതുകൊണ്ട് പിൽക്കാലത്ത് അദ്ദേഹം വരച്ച ചിത്രങ്ങളിലൊന്നും മുഖമില്ല. മുഖമുണ്ടെങ്കിൽ തന്നെ അത് വികൃതമായ മുഖമാണ്, അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ട മുഖം. അത് കാണിക്കാൻ പറ്റും, മറയ്ക്കപ്പെട്ട മുഖമാണ്. അപ്പൊ പലരുടെയും ഒരു വിശകലനം ഈ ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു മാനസിക ആഘാതം അദ്ദേഹത്തിന് 13 വയസ്സിൽ ലഭിച്ചതിന്റെ കൂടി ഒരു പ്രതിഫലനമാണ് ഈ മുഖമില്ലാത്ത മനുഷ്യരൂപങ്ങൾ അദ്ദേഹം വരച്ചതെന്നാണ് പറയുന്നത്.
ഈ മാർക്കറ്റിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ ഒരുതരം പ്രഹേളികളാണ്, എനിഗ്മയാണ് എന്ന് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു. ആ ചോദ്യങ്ങൾ ഉയർത്തും, എന്തായിരുന്നു ചോദ്യം. പക്ഷെ അതിനൊരിക്കലും അത് ഉത്തരം പറയുന്നില്ല. ഈ നമ്മുടെ കാണുന്ന ഒരാളിന്റെ ദൃഷ്ടി ആദ്യം പതിയുന്നത് ഈ അതിമനോഹരമായിട്ട് അദ്ദേഹം വരച്ച ആ ചിത്ര രൂപങ്ങളിലാണ്. എത്ര ഭംഗിയായിട്ടാണ് അത് വരച്ചിരിക്കുന്നത് എന്ന് തോന്നിയ കൃത്യത, അതിന്റെ വൈദഗ്ധ്യം എല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തും. പക്ഷേ അടുത്ത നിമിഷം ഈ എനിഗ്മ വരും, ഈ ചോദ്യം ഇതെന്താണ് എന്നുള്ള ചോദ്യം, അതിന് ഉത്തരമില്ല. അപ്പോ നമ്മുടെ സാധാരണഗതിയിൽ ഇതെന്തെങ്കിലും കാണുമ്പോൾ ഇതെന്താണ്, ഇതിനപ്പുറത്ത് എന്താണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇത്രയും ഒരു ചെറിയ വിവരണം നൽകിക്കൊണ്ട് നമുക്ക് ചില ചിത്രങ്ങളൊക്കെ നോക്കാം. ഈ സമയത്ത് ഈ സ്റ്റേജിലെ ലൈറ്റ് മാത്രം ഒന്ന് ഓഫ് ചെയ്യാമെങ്കില് പടങ്ങൾ കാണിക്കാം. ആദ്യം പൈപ്പ്, ആദ്യത്തെ ചിത്രം പൈപ്പ്. ഒരു പരീക്ഷ നടത്താം. നിങ്ങള് ഇത് കണ്ടല്ലോ, ഇതെന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? ഒരു പൈപ്പ്. ഇതെന്താണെന്ന് ഉത്തരം ഒരു പൈപ്പ്. പക്ഷെ അടിയിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അടിയിൽ ഫ്രഞ്ചിൽ എഴുതിയേക്കുന്ന ഇതൊരു പൈപ്പ് അല്ല എന്നാണ്. അപ്പോ നമ്മളെല്ലാവരും നോക്കുമ്പോൾ അത് പൈപ്പാണ്. ആ പൈപ്പ് എത്ര മനോഹരമായിട്ടാണ് അറിയാം. പടത്തിൽ അത്രയും ക്ലിയർ അല്ല. അതിന്റെ ഒറിജിനല് അതിമനോഹരമായ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതിന്റെ ടെക്സ്ചറും അതിന്റെ കളറും എല്ലാം അതിമനോഹരമാണ്. അപ്പം നമ്മൾ പറയുന്നു പൈപ്പാണെന്ന്, അദ്ദേഹം പറയുന്നു അടിയിൽ എഴുതിയേക്കുന്നത് ഇതൊരു പൈപ്പല്ല എന്ന്. അദ്ദേഹം അത് പറയുന്നത് ശരി. ഇപ്പൊ ഒരു വേദാന്തിയെ വിളിക്കുക, ഈ നാമരൂപങ്ങൾ അസംഗതങ്ങളാണെന്നും നാമരൂപങ്ങൾ നമ്മളെ വഴിതെറ്റിക്കുന്നതാണെന്നും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് നല്ലൊരു വേദാന്തിയെ വിളിച്ചുകൊണ്ട് വന്ന് ഇത് എന്താണെന്ന് പൈപ്പാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും ഇത് പൈപ്പല്ല എന്ന് പറയും. പൈപ്പല്ല എന്ന് പറയും. അത് ആ പൈപ്പല്ല എന്ന് അദ്ദേഹം പറയുന്നത് തന്നെയാണ് കലാകാരൻ എഴുതിയേക്കുന്നത്. ഇത് പൈപ്പാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്ത് അതിൻ്റെ അകത്ത് രൂപാക്കം നിറച്ച് ഒരിക്കാൻ സാധിക്കുമോ? അത് ഇല്ല. അത് പൈപ്പിന്റെ ഒരു റെപ്രസെന്റേഷനാണ്, പൈപ്പിന്റെ പടമാണ്. അതുകൊണ്ടാണ് ഇത് പൈപ്പാണെന്ന് പറയരുത്, ഇതൊരു പൈപ്പല്ല എന്ന് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വേദാന്തത്തിലെ ഒരു പ്രധാനപ്പെട്ട തത്വമാണ്. നമ്മൾ ഈ കാണുന്നത് അല്ല, നമ്മളതിന് നാമം കൊടുക്കും, രൂപം കൊടുക്കും. പക്ഷേ നാമവും രൂപവും അല്ല വാസ്തവത്തിൽ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് പൈപ്പാണോ എന്ന് വേദാന്തിയോട് ചോദിച്ചാൽ അദ്ദേഹം സംസ്കൃതത്തിൽ പറയുകയാണെങ്കിൽ നേതി എന്ന് പറയും. എന്താ ഇതല്ല എന്ന് പറയും. ഇത് മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ നേതി എന്ന് പറയും. ഇത് ബ്രഹ്മമാണോ എന്ന് ചോദിച്ചാൽ നേതി എന്ന് പറയും. ഇതാ ശങ്കരാചാര്യർ പറഞ്ഞത് അല്ലേ, നേതി ഇതൊന്നുമല്ല. ഈ കാണുന്നതെല്ലാം തന്നെ അസംഗതങ്ങളാണ്, അയാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് ഇത് പൈപ്പല്ല എന്ന് അദ്ദേഹം പറയും. രണ്ടാമത്തേത് ഈ ചിത്രം നിങ്ങള് നന്നായിട്ട് നോക്കണം. വലുതായിട്ട് കാണാറില്ല. തലമുടിയൊക്കെ ഓരോ മുടിയും അതിന്റെ ഒറിജിനൽ പടത്തിൽ ക്ലിയർ. അതാണ് പറഞ്ഞതിന്റെ ഡീറ്റെയിൽസ്, ഫൈൻ ഡീറ്റെയിൽസ് എല്ലാം വരയ്ക്കാൻ വൈദഗ്ധ്യമുള്ള ഒരു ചിത്രകാരനാണ്. ഇതിന്റെ എനിഗ്മ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വ്യക്തമായി കാണും. ഒരാള് സുഖമായിട്ട് വസ്ത്രധാരണം ചെയ്തിരിക്കുന്ന ഒരാള് കണ്ണാടിയിൽ നോക്കുകയാണ്. എന്തിനായിരിക്കും കണ്ണാടിയിൽ നോക്കുന്നത്? സ്വയം അദ്ദേഹത്തിന്റെ സുഖകത കാണാൻ വേണ്ടിയാണ്. പക്ഷെ അദ്ദേഹം കാണുന്നത് എന്താ? കണ്ണാടിയിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ ബാക്കാണ് കാണുന്നത് അല്ലേ? അദ്ദേഹത്തിന്റെ ബാക്കാണ് കാണുന്നത്. നമ്മളിപ്പോ നമ്മളും നോക്കുന്നു, ഒരാൾ കണ്ണാടിയിൽ നോക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളും പുറകെ പോയെന്ന് നോക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ കാണുന്നതും അയാളുടെ ബായ്ക്കാണ്, കണ്ണാടിയിൽ കാണുന്നത് അതിന്റെ ബായ്ക്കാണ്. ഇതിൻ്റെ അകത്തൊരു അസ്വാഭാവികതയുണ്ട്. 3 തലത്തിലുള്ള അസ്വാഭാവികതയുണ്ട്.
ഒന്ന്, ഒരാൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അയാൾ കണ്ണാടിക്ക് അഭിമുഖമായിട്ട് തിരിഞ്ഞിരിക്കുന്ന വശമാണ് വാസ്തവത്തിൽ കാണേണ്ടത്. അതിന് പകരം അയാൾ ബായ്ക്കാണ് കാണുന്നത്. അത് അസ്വാഭാവികമാണ്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ണാടിയാണ് എന്ന് വിചാരിച്ച് നോക്കുമ്പോഴും നമ്മൾ കാണുന്നതും ഈ അയാളുടെ ബായ്ക്കും അതിൻ്റെ റിഫ്ലക്ഷനുമാണ് നമ്മൾ കാണുന്നത്, ഫ്രണ്ടല്ല. ഈ കണ്ണാടിക്ക് ഒരു അസ്വാഭാവികതയുണ്ട്. കാരണം കണ്ണാടിയുടെ സ്വഭാവം എന്ന് പറയുന്നത് അതിൻ്റെ മുമ്പിൽ എന്താണോ അത് പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ്. ഈ കണ്ണാടി അത് ചെയ്യുന്നില്ല. അപ്പം 3 തരത്തിലുള്ള അസ്വാഭാവികതയുള്ള ഒരു ചിത്രമാണിത്. ഇത് സർറിയലിസത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാളങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വസ്ത്രം ധരിച്ച് തലമുടിയൊക്കെ ചെയ്യി നിൽക്കുന്ന ഒരാളെ പുറകിൽ നിന്ന് വളരെ സൗന്ദര്യമുള്ള ആളാണ്. നമ്മുടെ സ്വാഭാവികമായ ജിജ്ഞാസ എന്താ? ആളിൻ്റെ മുഖം ഒന്ന് കാണണം, അല്ലേ? അതിൻ്റെ മുഖം ഒന്ന് കാണണം എന്നുള്ളതാണ് നമ്മുടെ ജിജ്ഞാസ. പക്ഷെ നമുക്കൊരിക്കലും ആ മുഖം കാണാനായിട്ട് സാധിക്കുന്നില്ല. അയാൾക്കും സാധിക്കുന്നില്ല, ആർക്കും സാധിക്കുന്നില്ല. നമ്മൾ കാണുന്ന ഈ യാഥാർത്ഥ്യം മുഴുവൻ ഇങ്ങനെ അതിൻ്റെ പുറമാണ് കാണുന്നത്. ഈ ക്രിസ്തീയ പാരമ്പര്യത്തിലും ഹൈന്ദവ വേദാന്ത പാരമ്പര്യത്തിലും ഒക്കെ വലിയ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് വേറെ തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണുന്നത് ഈ ബാക്ക് സൈഡാണ്. ഈ മോശ ദൈവത്തെ കണ്ടതായിട്ട് ബുക്ക് ഓഫ് എക്സഡസിൽ പറയുന്നുണ്ട്. ബൈബിൾ അറിയാവുന്നവർ അത് ഓർക്കുക. അത് മോശ ദൈവത്തെ കാണാൻ വേണ്ടി വലിയ ഒരു യജ്ഞമൊക്കെ നടത്തും. ദൈവം നേരത്തെ പറഞ്ഞു എന്നെ കാണാൻ സാധിക്കുകയെന്ന് പറഞ്ഞു. മോഹൻ നിനക്ക് കാണാൻ സാധിക്കില്ല, എന്നെ മോഹം കണ്ടവരാരും ജീവിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അവസാനം നിർബന്ധം കൊണ്ട് ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. എന്താ കണ്ടതെന്ന ബൈബിളിൽ പറയുന്നത്? മോശ ദൈവത്തിന്റെ ആ പിൻഭാഗം കണ്ടു. He only saw the back parts of God. You see, you look at reality, you try all means to penetrate reality, but you see only the back parts. മുഖം ഒരിക്കലും കാണുന്നില്ല. അപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലേ, ഈ മുഖം ഒരിക്കലും അദ്ദേഹം കാണിക്കുകയില്ല. മാറ്റിയിട്ട് ഒരിക്കലും മുഖം കാണിക്കില്ല. ഇവിടെ പ്രത്യേകമായൊരു അർത്ഥവുമാണ്. എന്നാൽ അവിടെ വേറൊരു ചെറിയ ഒരു ട്രിക്കുണ്ട്. ഒരു പുസ്തകം ഇരിപ്പുണ്ട്. ഇപ്പം അത് മാഗ്നിഫൈയാകെ കാണാം. ആ പുസ്തകത്തിന്റെ തനി മിറർ ഇമേജാണ്. പുസ്തകത്തിന് കുഴപ്പമില്ല, പുസ്തകത്തിന്റെ മിറർ ഇമേജാണ്. ആടിനെ മാത്രമേ കുഴപ്പമുള്ളൂ. ഇത് നമ്മുടെ ഈ യാഥാർത്ഥ്യത്തിന്റെ ഒരു ഇൻട്രിഗിങ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ചിലതൊക്കെ നമ്മൾ ഇമേജ് ആണെന്ന് വിചാരിക്കും, ചിലത് മിറർ ഇമേജ് ആയിട്ട് മനസ്സിലാകും, ചിലത് നമുക്ക് തന്നെ മനസ്സിലാക്കുകയില്ല. അടുത്ത കാണിച്ചു. ഈ ചിത്രത്തിന് ഒത്തിരി അർത്ഥ സാധ്യതകളുള്ളതാണ്. നിങ്ങൾ താഴെ മുതൽ നോക്കണം. താഴെ മുതൽ പെട്ടെന്ന് നമുക്ക് ഒരു സ്ത്രീയുടെ ഏതാണ്ട് നഗ്നമായ രൂപമായിട്ട് തോന്നും, അല്ലേ? പക്ഷെ താഴെ നോക്കി ആദ്യമേ കാണുന്നതന്നെ ഒരു പുറംചട്ടയാണ്. ഒരു പുറംചട്ടയാണ് താഴെ അരക്കെട്ടിന്റെ ഭാഗത്ത് കാണുന്നു, അല്ലേ? അല്പം കൂടി മേലോട്ട് നോക്കിയാൽ വയറ് കഴിയുമ്പോഴത്തേക്ക് അവിടെ വീണ്ടും ഒരു പുറംചട്ട, അല്ലേ? പിന്നെ മേലോട്ട് നോക്കിയാൽ മോടി ചെല്ലുമ്പോഴത്തേക്ക് എന്താ കാണുന്നത്? അവിടെ ആളില്ല, അല്ലേ? ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. മിക്ക ആളുകളും ആ മുകളിൽ നോക്കാറില്ല ആദ്യം. ആ മുകളിൽ ചെല്ലുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് ഇത് വെറും ഒരു മാസ്കാണ്. അതൊരു പുറംചട്ട മാത്രമാണ്. അവിടെ മനുഷ്യനില്ല, അവിടെ ആളില്ല. ഇതാ നമ്മുടെ റിയാലിറ്റിയുടെ പ്രശ്നം. നമ്മൾ കാണുമ്പോൾ ഒരു നഗ്നരൂപമാണെന്ന് പെട്ടെന്ന് വിചാരിക്കും, അപ്പിയറൻസ് ആണ്. പക്ഷേ അതൊരു പ്രതിഭാസമാണ്. ആ പ്രാതിഭാസിക സത്യത്തിൽ നിന്ന് നമ്മൾ പയ്യെ മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് മുഴുവൻ ഇങ്ങനെയാണ്, അയഥാർത്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാകുന്നത്. മനുഷ്യരൂപമേ അതിനകത്തില്ല. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞല്ലോ 1970-കളുടെ ഞാൻ ആദ്യം മാഗ്രിറ്റിന്റെ പടം കണ്ടത് ഇതാണ്. ഇത് കണ്ട് ഞാൻ വാസ്തവത്തില് കോരിത്തെരിഞ്ഞു, അത്ഭുതം. എനിക്ക് അന്ന് മനസ്സിലായില്ല ആരുടെ പടമാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു, എന്ത് പടമാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഇതാണ് എന്നെ മാഗ്രിറ്റിലേക്ക് ആകർഷിച്ച ചിത്രം. ഇത് വാസ്തവത്തിൽ അതിന്റെ കളർ കോമ്പിനേഷൻ ആ പടത്തിൽ അത്ര നല്ലതല്ല. ഇതിന്റെ ഒറിജിനലിലെ
പ്രക്ഷുബ്ധമായ ഒരു കടലാണ്. ഇരുണ്ട നിറമാണ് വരേണ്ടത്. അതുപോലെ പ്രക്ഷുബ്ധമായ ആകാശമാണ്. അതിന്റെ ചക്രവാളത്തിൽ ചിറക് വിരിച്ചു നിൽക്കുന്ന ഒരു പ്രാവിന്റെ രൂപം. പക്ഷെ പ്രാവിന്റെ ചിറകിലൂടെ നമ്മൾ കാണുന്നത് എന്താണ്? നീലാകാശമാണ്. ഈ പ്രക്ഷുബ്ധതയ്ക്കിടയ്ക്ക് പ്രാവിന്റെ ചിറകുകൾക്കകത്ത് വളരെ തെളിഞ്ഞ ആകാശവും വെൺമേഘങ്ങളുമാണ് നമ്മൾ കാണുന്നത്. ഇത് മുമ്പ് പറഞ്ഞ ഒരു ജക്സ്റ്റാപ്പൊസിഷൻ, അതായത് ചേരാത്ത കാര്യങ്ങൾ തമ്മിൽ ചേർക്കുക എന്ന് പറയുന്നത് സർറിയലിസത്തിന്റെ ഒരു ടെക്നിക്കാണ്. ഇദ്ദേഹത്തിൽ മാഗ്രിറ്റിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. അവിടെ ചേരാത്ത കാര്യങ്ങളാണ്. പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ കടലും ആകാശവും കറുത്തിരുണ്ട് ഇരിക്കുന്നു. അതിനിടയ്ക്കാണ് ഈ പ്രാവിന്റെ ചിറകിലൂടെ തെളിഞ്ഞ ആകാശം വരുന്നത്. അപ്പം ഇത് അതിനൊത്തിരി അർത്ഥതലങ്ങളുണ്ട്. ഒരുപക്ഷെ മാഗ്രിറ്റ് ഒരിക്കലും വിചാരിച്ച് കാണുകയില്ലായിരിക്കാം. ഞാൻ വായിച്ച ഒരു കമന്ററിയിലും ഇത് പറഞ്ഞിട്ടില്ല. ഇതിനൊരു ബിബ്ലിക്കൽ ഒരു ബേസിസ് ഉണ്ടെന്നുള്ളത്. ഞാൻ ബൈബിള് വായിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് തോന്നുന്നത്. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് എന്തുവാ? ആദിയിൽ ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത്, അല്ലേ? എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇരുളിന്മേൽ പൊരുന്നയിരുന്നു, ആവസിച്ചു എന്നാ പറയുന്നത്. അപ്പൊ സൃഷ്ടി അങ്ങനെയാണ് ഉള്ളത്. ഇതൊരു ആദ്യ കഥയാണ്, ഇതൊരു മിത്താണ്. പക്ഷേ ആ കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ആഴത്തിന്മേൽ ഇരുളുണ്ടായി. ആഴം എന്ന് പറയുന്ന പ്രക്ഷുബ്ധമായ കയോട്ടിക് സിറ്റുവേഷനാണ്. സമുദ്രം എന്ന് പറയുന്ന കയോസിന്റെ ഒരു സിമ്പലാണ്, കയോട്ടിക്കാണ്. ആകാശം പ്രക്ഷുബ്ധമായ ആകാശം കയോട്ടിക്കാണ്. ആ കയോട്ടിക് സിറ്റുവേഷനിൽ നിന്നാണ് ഈ ചിറക് വിരിച്ച് വരുന്ന പ്രാവിന്റെ ചിറകിലൂടെ നമ്മൾ ഒരു പുതിയ സൃഷ്ടി കാണുന്നത്. തെളിഞ്ഞ ആകാശവും വെൺമേഘങ്ങളും. ഇതിനെ ഗ്രേറ്റ് ഫാമിലി എന്നാണ് അദ്ദേഹം പേര് കൊടുത്തിരിക്കുന്നത്. ഇത് ദീർഘമായിട്ട് പറയേണ്ടത് സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ തന്നെ രൂപമാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഈ പുരുഷ രൂപങ്ങളെല്ലാം തന്നെ മാഗ്രിറ്റിന്റെ സെൽഫ് പോർട്രേറ്റാണ്. അവിടെ ഒരു ആപ്പിൾ മുഖം മറയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ മറയ്ക്കുന്ന മുഖം കാണാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആപ്പിൾ ഒന്ന് മാറിയാൽ അതിന്, പക്ഷെ അവിടെ മുഖമില്ല, അവിടെ ശൂന്യമാണ്. ഈ ആപ്പിൾ എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞ പോലെ ഇത് പൈപ്പ്. അത് ആപ്പിളാണോ? അല്ല, അത് ആപ്പിളല്ല. അത് ആപ്പിളുമല്ല, പുറകിലുള്ളത് മുഖവുമല്ല. ശുദ്ധമായ അപ്പിയറൻസ് ആണ്, ശൂന്യതയാണ്. സൺ ഓഫ് മാൻ. ഇതുപോലെ ഈ സ്റ്റൈലിലെ ഒത്തിരി പടങ്ങൾ അദ്ദേഹം വരച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഒരു അന്തരീക്ഷത്തിൽ വളരെ വളരെ ഭാരമേറിയ ഒരു പാറയാണ്. ആ പാറ ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് ഉയർന്നു കിടക്കുകയാണ്. അതൊരു ഇൻകോൺഗ്രുവൻ്റാണ്, അല്ലേ? അതായത് ഒരിക്കലും ഒരു പാറ ഇങ്ങനെ ഉയരുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ആ മേഘം വളരെ ലൈറ്റാണ്. ആ മേഘത്തിന്റെ ഒരു പ്രതിരൂപം പോലെയാണ് ആ പാറ അവിടെ വരുന്നത്. വളരെ ലൈറ്റായിട്ട് പൊങ്ങിപ്പോയത്. ഈ നമ്മുടെ സങ്കല്പങ്ങളെ ഈ ഭാരരഹിതമായ അവസ്ഥ, ഇതിനെ ഒരുമിച്ച് അദ്ദേഹം കൊണ്ടുവരുന്നതിന്റെ ഒരു ചിത്രമാണ്. എനിക്ക് വലിയ അത്ഭുതം. രാവിലെ ഇവിടെ ഞങ്ങൾ ഇതിന്റെ ഈ പടങ്ങൾ കോപ്പി എടുക്കാൻ വേണ്ടി ഇന്റർനെറ്റ് തപ്പിക്കൊണ്ടിരുന്നപ്പോഴേ ഈ പടം വന്നു. ഞാൻ നമ്മുടെ അശ്വനച്ചനോട് അത് പറഞ്ഞു കൊടുത്തു. ഇവിടെ ഈ അതിന്റെ സൈഡിലെ ഈ അഡ്വർടൈസ്മെന്റ് വരുമല്ലോ, നമ്മുടെ മാർക്കറ്റിംഗ് എവിടം വരെ പോകുന്നു, അതായത് വെയിറ്റ്ലെസ്നെസ് കാണിക്കാനുള്ള ഒരു ചിത്രം കൂടിയാണിത്. അതിന്റെ സൈഡിൽ കൊടുത്തേക്കുന്നത് നിങ്ങളുടെ തടി എങ്ങനെ കുറയ്ക്കാം, വെയിറ്റ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള പുതിയ മരുന്നുകളുടെ, പുതിയ സങ്കേതങ്ങളുടെ വലിയ പരസ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നം, ഇവിടെ വെയിറ്റേ കുറയുന്നുള്ളൂ, വോളിയം കുറയുന്നില്ല. അവിടെ പറയുന്നത് തടി കുറയ്ക്കുക, വോളിയം കൂടെ കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ അവരത് മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ ഈ വെയിറ്റ് എന്നുള്ള വാക്കിന് മാത്രമേ അവർ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. അവരെ മനസ്സിലാക്കിയിട്ടില്ല ഇതിന്റെ സംഗതി പറയുകയാണെന്ന്. ഇത് നമ്മുടെ ഇന്ത്യയിൽ വളരെ പ്രസക്തമായ ഒരു ചിത്രമാണെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. കാരണം ഒരു സ്ത്രീയുടെ മുഖമാണ്, അല്ലേ? ആ സ്ത്രീയുടെ സ്നേഹാർദ്രമായ മുഖം, വാത്സല്യമുള്ള ഒരു മുഖം, പ്രകാശമുള്ള മുഖം. അതിന് പകരം അവിടെ എന്താ ചെയ്തിരിക്കുന്നത്?
അവിടെ ആ സ്ത്രീയുടെ നഗ്ന ശരീരത്തിൻ്റെ അവയവങ്ങൾ കുത്തി നിറച്ചിരിക്കുകയാണ് മുഖത്തിൻ്റെ വട്ടത്തിൽ. അപ്പോൾ ഇത് ഒരു വലിയ സാമൂഹ്യ പ്രശ്നമാണ്. ഇത് രൂക്ഷമായ സാമൂഹ്യ വിമർശനമാണ്. ഇത് കേരളത്തിൽ മുതൽ ഡൽഹിയിൽ വരെ ഈ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരുന്നു. ഇന്നലെ വരെ നമ്മൾ പത്രത്തിൽ വായിച്ചതും ഇതാണ്. സ്ത്രീയുടെ മുഖമല്ല ഇവിടെ പ്രശ്നം. മുഖത്തെ ഒരു ലൈംഗിക ചോദന ഉളവാക്കുന്ന ഒരു സങ്കല്പമായിട്ട് പുരുഷന്മാരെ മാറ്റുന്നു എന്നുള്ള അതിശക്തമായ ഒരു വിമർശനമാണ് ഇതിൻ്റെ പുറകിൽ. അതിനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്കിലും പെട്ടെന്ന് നമുക്ക് തോന്നുന്നതാണ് ആ മുഖത്തെ ഇവിടെ നിന്ന് ആദ്യം പറഞ്ഞതുപോലെ മുഖമില്ല. ഇവിടെ സ്ത്രീക്ക് മുഖമില്ല. മുഖത്തിന് പകരം വേറൊന്നാണ് നമ്മൾ കാണുന്നത്. ഇതിന് റേപ്പ്, ബലാത്സംഗം എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. ബലാത്സംഗത്തിന് ഫ്രഞ്ച് ഭാഷയിൽ വിയോൾ എന്ന വാക്ക് വിയോൾ എന്നാണ്. വിയോൾ എന്ന് പറഞ്ഞാൽ വയലേഷൻ എന്നുള്ള വാക്കിൻ്റെ തന്നെയാണ് വിയോൾ എന്ന് ഫ്രഞ്ച് ഭാഷയിൽ. ഇവിടെ വയലേഷൻ എന്നാണ് ബലാത്സംഗത്തിന് അല്ലെങ്കിൽ റേപ്പിന് വയലേഷൻ എന്നാണ് ഫ്രഞ്ചുകാർ പറയുന്നത്. ഈ ചിത്രത്തിൽ തന്നെ ഒരു വയലേഷനുണ്ട്. അത് നമ്മൾ കണ്ടത്. ചിത്രത്തിലെ വയലേഷനാണ് മുഖം മാറ്റിക്കളഞ്ഞിട്ട് ശരീരത്തിൻ്റെ ഭാഗമെടുത്ത് അവിടെ കൊണ്ടുവരുന്നത്. ഇറ്റ്സ് വയലേറ്റിംഗ് ദ ഹ്യൂമൻ ബോഡി ആൻഡ് ദ പിക്ചർ ഓൾസോ ഈസ് ഷോയിങ് ദാറ്റ് വയലേഷൻ. അടുത്ത കാണിച്ചു. ഇതൊരു കണ്ണാണ്. ഇതൊരു കണ്ണാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു മുഖത്ത് നിന്ന് വെട്ടിയെടുത്ത കണ്ണായത്. പക്ഷെ മുഖം അവിടെ ഇല്ല. മുഖം ഒരിക്കലും ഇല്ല. മാർഗരറ്റിന് ഒരിക്കലും മുഖമില്ല, കണ്ണേ ഉള്ളൂ. പക്ഷെ ആ കണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ആ കണ്ണിൻ്റെ പ്രത്യേകത അതിൻ്റെ നമ്മൾ സാധാരണ കാണുന്ന ആ ഭാഗത്ത് നീലാകാശമാണ്, അവിടെ വെൺമേഘങ്ങളുണ്ട് അല്ലേ. ഇതൊരു സർറിയലിസ്റ്റിക് പസിലാണ്. ഒരു സാധാരണ നമ്മുടെ ഒരു ബാലമനസ്സിലേക്ക് ഒന്ന് പോകണം. ചെറുപ്പകാലത്ത് നമ്മളിത് കാണുകയാണെങ്കിൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആ പടിയെ കയറി നിന്ന് അങ്ങോട്ടൊന്ന് എത്തി നോക്കാനുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതാണ് അതിൻ്റെ പോയിന്റ്. അതാണ് ഇത് കണ്ണാണ്. മനുഷ്യൻ്റെ കണ്ണ് മുഖത്തു നിന്ന് പ്രത്യേകിച്ച് ഐസൊലേറ്റ് ചെയ്തതാണ്. പക്ഷേ ആ തുറക്കുന്ന ലോകം അനന്തമായ പ്രപഞ്ചമാണ്. നമ്മൾ കണ്ണ് പുറത്താണ് കാണുന്നത്, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് അകത്താണ് ഇത് കാണുന്നത്. അകത്താണ് ഈ പ്രപഞ്ചം കാണുന്നത്. ഇതിന്റെ പേര് ദ ഫോൾസ് ഐ എന്ന ടൈറ്റിൽ കൊടുത്തത്. ഇതൊരു ഈ ഓപ്റ്റിക്കൽ ഇല്യൂഷന്റെ ഒരു ഉദാഹരണം എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അത്ര വലിയൊരു സർറിയലിസ്റ്റിക് പടമായിട്ട് തോന്നിയിട്ടില്ല. ഓപ്റ്റിക്കൽ ഇല്യൂഷൻ എൻ്റെ ഒരു ഉദാഹരണമാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം കുതിര എവിടെയാണ് ഇരിക്കുന്നത്, മരങ്ങൾ എവിടെയാണ് എന്നുള്ളത്. അതൊരു ടിപ്പിക്കൽ ഓപ്റ്റിക്കൽ ഇല്യൂഷൻ ചിത്രമാണ്. അത് വ്യക്തമായില്ല. ഞാൻ ഇനി പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഇതൊരു നോക്കിയേ, കെട്ടിടങ്ങളുടെ മുകളിലും അന്തരീക്ഷത്തിലും താഴെയും ഒക്കെ ആയിട്ട് മനുഷ്യരൂപങ്ങളാണ്. മനുഷ്യരാണ് നന്നായിട്ട് വരച്ചേക്കുന്ന മനുഷ്യരൂപങ്ങളാണ്. അത് വെറുതെ വരച്ചേക്കുന്നതല്ല. അത് സർറിയലിസ്റ്റിക്കാണ്. കാരണം നിങ്ങളുടെ ലോജിക്ക് മാറ്റി വെക്കണം. നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് അവിടെ അങ്ങനെ മനുഷ്യരൂപങ്ങൾ വരാനായിട്ട് വെയിറ്റ് ഇല്ലാതെയും വിലപ്പുറത്തും താഴെയും മഞ്ഞിലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇത് മനുഷ്യരല്ല. ഇത് പൈപ്പല്ല എന്ന് പറഞ്ഞതുപോലെ ഇത് മനുഷ്യരല്ല. അതുകൊണ്ട് ആർട്ടിസ്റ്റിന് സ്വാതന്ത്ര്യമുണ്ട്. അവരെവിടെ വേണമെങ്കിലും നിർത്താനായിട്ട് സ്വാതന്ത്ര്യമുണ്ട്. അത് മനുഷ്യരല്ല. അടുത്ത പടം. ഇതൊരു ടിപ്പിക്കൽ മാഗ്നറ്റിക് പിക്ചറാണ്. ഇത് രണ്ട് രൂപങ്ങൾ പരസ്പരം ആലിംഗനം ചെയ്ത രണ്ട് രൂപങ്ങളെ തുണിയിട്ട് മറച്ചിരിക്കുകയാണ്. ഇതിന് പുറകിൽ എന്താണ്, ആരാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ അതിന്റെ പുറകിലുള്ളത്. ഒന്നൊരു സ്ത്രീയാണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാം, മറ്റേതും കൈയുള്ളത് കൊണ്ട് മനസ്സിലാക്കാം. പക്ഷേ ഈ തല ആരുടെയാണ്? തല ജീവനുള്ളതാണോ അതോ രണ്ട് കോൺക്രീറ്റ് ബിംബങ്ങളാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് ജീവനുള്ളതും ഒന്ന് പ്ലാസ്റ്റിക്കുമാകാം, അല്ലേ പലതരത്തിലാകാം. ഒത്തിരി സാധ്യതകളുണ്ട്, മറച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നിഷ്കപടമായ സ്നേഹത്തിൻ്റെ ആ സഹജമായ ആവിഷ്കാരത്തെ മറയ്ക്കുന്ന വ്യവസ്ഥകളാണ്
നമുക്ക് നമ്മുടെ ലോകത്തിലുള്ളത് സമൂഹത്തിൻ്റെ കാപട്യത്തെ കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ വെയിൽഡ് ഫേസസ് എംബ്രേസിങ് വരുന്നത്. ഇത് കഴിഞ്ഞ ഈ മാസും അന്തരീക്ഷം തമ്മിലുള്ള ജക്സ്റ്റാപ്പൊസിഷൻ്റെ ഒരു ഉദാഹരണം എന്നുള്ളതേ ഉള്ളൂ. അന്തരീക്ഷത്തിൽ ചേരുന്നതല്ലത്. അങ്ങനെ അത് വളരെ പ്രസിദ്ധമായ ഒരു മാർഗ്രിറ്റ് ചിത്രമാണ്. അതിലേക്ക് കൂടുതൽ കിടക്കുന്നത് നമ്മൾ സമയമായതുകൊണ്ട് അടുത്ത് കാണിക്കുന്നത്. ഇത് മാർഗ്രിറ്റിന്റെ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മൊണാലിസയെ മർസൽ ദുഷാം എന്ന് പറയുന്നയാള് അന്നത്തെ വ്യവസ്ഥയെ പുച്ഛിക്കാനായിട്ട് വരച്ച പടമാണ്. ഈ മീശയുള്ള മേൽമീശയുള്ള അല്ല, അതുപോലെ തന്നെ വരച്ചിട്ട് അവര് വലിയ ഡിജിറ്റൽ ആർട്ടിസ്റ്റില്ലേ, നല്ല അതുപോലെ തന്നെ ഒരു പടം ഉണ്ടാക്കിയിട്ട് ഇത് സർറിയലിസ്റ്റിന്റെ മാറ്റാം. ഇത് ടിപ്പിക്കൽ സർറിയലിസ്റ്റ് ആണ്. അത് ഫ്രഞ്ചിൽ എഴുതിയേക്കുന്നത് ഈ ഒരു മുട്ട വരച്ചിട്ട് അതിൻ്റെ അടിയിൽ അക്കേഷ്യ ആണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഷൂ വരച്ചിട്ട് മൂൺ ലൂൺ എന്നാണ് കൊടുത്തേക്കുന്നത്. താഴെ തൊപ്പി വരച്ചിട്ട് അതിൻ്റെ അടിയിൽ സ്നോ എന്നാണ് എഴുതിയേക്കുന്നത്. ഈ വാക്കുകളും പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്തുവാ? പദവും അർത്ഥവുമാണ് അല്ലേ? പദവും അർത്ഥവും ശരിയാകണമെങ്കിൽ ഒരു പണിയുണ്ട്. അത്ര എളുപ്പമുള്ള സംഗതിയല്ല. നമ്മളൊക്കെ ഈ ചെറുപ്പത്തിൽ 1ാം ക്ലാസ്സിൽ പഠിച്ചു വെച്ച വാക്കുകളും വസ്തുക്കളുമായിട്ട് നമ്മളങ്ങ് ആർബിട്രറി ആയിട്ട് ചേർക്കുന്നത്. അല്ല, ഈ ഭാഷയുടെ വാക്കുകൾക്ക് അതിൽ തന്നെ അർത്ഥമില്ല. അത് നമ്മൾ ആർബിട്രറി ആയിട്ട് പഠിക്കുന്നത്. ഇപ്പം ഇതൊന്നും ഈ ഒരു കുട്ടിയെ ഈ പടങ്ങൾ കാണിച്ചിട്ട് അതിൻ്റെ അടി എഴുതിയിരിക്കുന്നത് വായിച്ച് കേൾപ്പിച്ച് ആ കുട്ടി അങ്ങനെ തന്നെ പഠിക്കും. ഷൂസിന് മൂണെന്ന് എഴുതും, തൊപ്പിക്ക് സ്നോ എന്ന് എഴുതും. അപ്പോൾ വാക്കുകൾക്ക് അതിൽ തന്നെ, ഭാഷയ്ക്ക് അതിൽ തന്നെ അർത്ഥമില്ല എന്നുള്ള ഒരു പുതിയ ചിന്തയിലേക്കാണ് അവർ നമ്മളെ പ്രവേശിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ അല്ല കേട്ടോ, മാർഗ്രിറ്റിന്റെ അല്ല. അതെ അതെ ഞാൻ അധികം ദീർഘിപ്പിക്കാതെ നിർത്തുകയാണ്. കൺക്ലൂഷനിലേക്ക് പ്രത്യേകിച്ച് വരുന്നില്ല. ഇനി അവർ കൺക്ലൂഷൻ ആവശ്യമില്ല. സർറിയലിസ്റ്റുകൾക്ക് കൺക്ലൂഷൻ ആവശ്യമില്ല. നമ്മളെ ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ നമ്മൾ തന്നെ നമ്മുടെ വഴി കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് ഉദ്ഘാടനം അവസാനമായിട്ട് വരുന്നത്. താങ്ക് യു.